IRGC പോലെ ഒരു എലീറ്റ് സൈനിക്ക് സ്വന്തമായി തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കാനും പറ്റുമെന്നുള്ളതാണ്. അത് മറ്റാരും അറിയണമെന്ന് പോലുമില്ല. ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട എലീറ്റ് സൈന്യം നേരെ റിപ്പോർട്ട് ചെയ്യുന്ന സുപ്രീം ലീഡർക്കാണ്. അതിൽ പാർലമെൻറ്റിനോ പ്രസിഡൻറ്റിനോ പോലും നിയന്ത്രണമില്ല. എന്ന് മാത്രവുമല്ല, അതിനൊരു തരത്തിലുള്ള ഒരു ഓട്ടോണമസ് സ്വഭാവം കൂടിയുണ്ട്. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ അവർ ഈ സൈനിക വിഭാഗം മാത്രമല്ല, അവിടുത്തെ എക്കണോമിയെ കൂടി സ്വാധീനിക്കുന്ന ഒരു വിഭാഗമാണ്. അവർ കോൺട്രാക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അവർ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിലാകട്ടെ, മറ്റേ എനർജി സെക്ടറിലാവട്ടെ IRGC ആണ് ആ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ എക്കണോമിയെ കൂടി നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു വിഭാഗമാണത്. എന്ന് മാത്രവുമല്ല, ഇനി അവരുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയോ മറ്റേത് മേഖലയോ ആവട്ടെ, അവർക്ക് അവരുടേതായ ഒരു തരം സ്വയം തീരുമാനം എടുക്കണം. ഇന്ന് അബ്ബാസ് അറാക്ചി പറയുന്നുണ്ടല്ലോ, അരാംകോയും അതുപോലെ ഓയിൽ ഷിപ്പൊക്കെ ആക്രമിച്ചതിനെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ ഇപ്പോൾ ഒരു സിംഗിൾ പോയിൻ്റ് തീരുമാനം എടുക്കാനുള്ള ആളില്ല, ആയത്തൂതയില്ലല്ലോ. അപ്പോൾ അവരെന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല എന്നാണ് അബ്ബാസ് അറാക്ചി പറയുന്നത്. അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് തന്ത്രപരമായൊരു ഒഴിഞ്ഞുമാറലാണത്. ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ സുപ്രീം ലീഡർ ഇല്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല, ഞങ്ങൾക്ക് അറിയില്ല, ഇത് ആരാ ചെയ്തതെന്ന് അറിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, IRGC പോലെ ഒരു എലീറ്റ് സൈനിക്ക് സ്വന്തമായി തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കാനും പറ്റുമെന്നുള്ളതാണ്. അത് മറ്റാരും അറിയണമെന്ന് പോലുമില്ല. അപ്പോൾ അത്ര സങ്കീർണമായ ഘടനയുള്ള ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവനെ വധിച്ച് അവിടെ നിങ്ങൾ നാളെ ഇറങ്ങിയിട്ട് പാരാമിലിറ്ററി ഫോഴ്സും IRGCയും എല്ലാവരും പോയി നിങ്ങൾ ഭരണം മാറ്റൂ, ഭരണം പിടിക്കൂ എന്ന് ആഹ്വാനം ചെയ്യാണ് ട്രംപിൻ്റെ ആഹ്വാനം ഏറ്റവും വലിയ ആളുകൾ ചിരി ഉണർത്തുന്ന കാര്യം. ട്രംപ് ആരോടാണിത് പറയുന്നത്? ഏതാനും മാസം മുമ്പ് ഈ ഭരണകൂടത്തിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റിനെ അടിച്ചമർത്തിയ അതേ മിലീഷ്യയോടാണ് ട്രംപ് അവിടെ നിന്ന് ആഹ്വാനം ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ സുപ്രീം ലീഡറെ കൊന്നിരിക്കുന്നു, നിങ്ങൾ ഭരണം പിടിച്ച് അധികാരത്തിൽ എന്ന് പറയുന്നത്. അതായത് ആ പറയുന്നതിൻ്റെ ലോജിക്ക് ഉണ്ടല്ലോ, ആ ലോജിക്ക് പോലില്ല. ഇനി മറ്റൊരു ഓപ്ഷൻ എന്താണ്? അമേരിക്കൻ മറീൻസ് ഇറാനിലിറങ്ങി, നമ്മൾ ഇറാഖിലും അഫ്ഗാനിലും ലിബിയയിലുമൊക്കെ കണ്ടതുപോലെ അവരെ ഇറങ്ങിയിട്ട് ഭരണം പിടിക്കുക. അത് അവരെ സംബന്ധിച്ച് അസാധ്യമാണ്. കാരണം ഇറാഖോ ലിബിയയോ ലെബനോനോ ഒന്നുമല്ല ഇറാൻ. അത് അമേരിക്ക നന്നായിട്ട് അറിയാം, ട്രംപിനും അറിയാം. അപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു താൽക്കാലികമായ ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഒരു തന്ത്രമാണ്. പക്ഷെ അതൊരു വലിയ മണ്ടത്തരമാണ് ചെയ്യുന്നത് എന്ന് ട്രംപ് ഉടൻ തന്നെ മനസ്സിലാകും.